നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ റിയ മേരി. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂരിൽ ബസ്സിടിച്ച് വരന്തരപ്പള്ളി സ്വദേശിയായ ബസ് ജീവനക്കാരൻ മരിച്ചു. വരന്തരപ്പള്ളിയിൽ അന്തർജില്ലാ വേട്ട സംഘം പിടിയിൽ. ലൈസൻസ് ഇല്ലാത്ത ഒരു തോക്കും 40 തിരകളും പിടിച്ചെടുത്തു. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ കൂറുമാറ്റവും തുടരുന്നു. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് അംഗം ടീന തോബിയും മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം തോബി തോട്ടിയാനും CPM-ഉമായി കൈകോർക്കുന്നു. കെ പങ്കജവല്ലി CPI വിട്ട് BJP-യിൽ ചേർന്നു. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ പാടശേഖരങ്ങളിൽ വ്യാപകമായ കാട്ടുപന്നി ശല്യം. ദുരിതത്തിലായി കർഷകർ. ഡിജിറ്റൽ അറസ്റ്റ് സാമ്പത്തിക തട്ടിപ്പില്ലെന്ന് പറപ്പുകര സ്വദേശിയെ സമയോചിതമായ ഇടപെടലിലൂടെ സംരക്ഷിച്ച് ബാങ്ക് മാനേജർ. വരന്തരപ്പള്ളിയിൽ തെരുവ് നായകളുടെ ആക്രമണത്തിൽ കോഴികൾ ചത്തു. വടക്കുമുറി വാഴക്കാല തോമസിന്റെ വീട്ടിലാണ് തെരുവ് നായ ആക്രമണം. വിശദമായ വാർത്തകളിലേക്ക്. തൃശൂരിൽ ബസ്സിടിച്ച് വരന്തരപ്പള്ളി സ്വദേശിയായ ബസ് ജീവനക്കാരൻ മരിച്ചു. വരന്തരപ്പള്ളി പള്ളിക്കുന്ന് മരോട്ടിക്കൽ ലോനപ്പന്റെയും ലില്ലിയുടെയും മകൻ മനോജാണ് മരിച്ചത്. 46 വയസ്സായിരുന്നു. തിങ്കളാഴ്ച രാവിലെ 10:45 തൃശൂർ വടക്കേ സ്റ്റാൻഡിന് സമീപമായിരുന്നു അപകടം. ഉടൻ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ചൊവ്വാഴ്ച പുലർച്ചെ മരിച്ചു. ഫെർബിനാണ് ഭാര്യ. യാഹുവിൻ, ഷാമിൻ എന്നിവർ മക്കളാണ്. വരന്തരപ്പള്ളിയിൽ അന്തർജില്ലാ വേട്ട സംഘം പിടിയിൽ. ലൈസൻസ് ഇല്ലാത്ത ഒരു തോക്കും 40 തിരകളും പിടിച്ചെടുത്തു. പാലക്കാട് തിരുവേഗപ്പുറം സ്വദേശി പുളിക്കൽ വീട്ടിൽ ഫിറോസ്, വരന്തരപ്പള്ളി നടാംപാടം സ്വദേശി തറയിൽ വീട്ടിൽ റോയ്, പൗണ്ട് 73 സ്വദേശി കുളങ്ങരപ്പറമ്പിൽ വീട്ടിൽ ഷാനു എന്നിവരെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. തിങ്കളാഴ്ച പുലർച്ചെ വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ SIയും സംഘവും പെട്രോളിംഗ് നടത്തുന്നതിനിടെയാണ് പ്രതികൾ പിടിയിലാകുന്നത്. പുലിക്കണ്ണി സെന്ററിൽ വെച്ച് ഒരു ഓട്ടോറിക്ഷയിൽ 3 ചാക്കുകളിലായി കടത്തുകയായിരുന്ന പശുവിന്റെ മാംസവും തോക്കിൽ ഉപയോഗിക്കുന്ന ഒരു കാലി കേസും 10 പെല്ലറ്റുകളും ഇവരിൽ നിന്നും കണ്ടെടുത്തു. ഫിറോസ്, റോയ്, അബു താഹിർ എന്നിവരാണ് ഓട്ടോറിക്ഷയിൽ മാംസവും തിരകളും കടത്തിക്കൊണ്ടുവന്നത്. ഷാനുവും ഒരു കുട്ടിയും ഇവർക്ക് വിവരങ്ങൾ നൽകുന്നതിനായി മോട്ടോർ സൈക്കിളിൽ എസ്കോർട്ട് വരികയായിരുന്നു. മാംസം വന്യജീവിയുടേതാണോ എന്നറിയുന്നതിനായി പാലപ്പള്ളി ഫോറസ്റ്റ് ഓഫീസിലെ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ഉണ്ണികൃഷ്ണൻ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ദിലീപ് T ഗോവിന്ദ്, ഫോറസ്റ്റ് വാച്ചർ മുഹമ്മദ് ഹക്കീം എന്നിവർ പരിശോധിച്ചതിലാണ് പശുവിൻ്റെതാണെന്ന് കണ്ടെത്തിയത്. പശുവിന്റെ ശരീരഭാഗങ്ങൾ വരന്തരപ്പള്ളി വെറ്റിനറി സർജൻ ഡോക്ടർ ദേവി പോസ്റ്റ്മോർട്ടം പരിശോധന നടത്തിയതിൽ മാംസത്തിൽ വെടിയേറ്റതായി കണ്ടെത്തി. പ്രതിയായ ഷാനുവിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ 4 ബോട്ടിൽ പന്നിനെയ്യ്, ഇരുമ്പുവാൾ, വെട്ടുകത്തി, ആമിനേഷൻ ബോക്സ്, ഇലക്ട്രോണിക് ത്രാസ്, പെല്ലറ്റുകൾ അടങ്ങിയ കടലാസ് പെട്ടി, പാസ്പോർട്ട്, പൾസ് മോഡലുള്ള ചെറിയ ബാഗും 1 ലക്ഷം രൂപയും പിടിച്ചെടുത്തു. പാലക്കാട് സ്വദേശി കോഴിക്കാട്ടിൽ വീട്ടിൽ അബു താഹിറിന്റെ നിർദ്ദേശപ്രകാരമാണ് ഫിറോസ് മൃഗവേട്ട നടത്തുന്നതിനായി വന്നത് എന്ന് വിവരം ലഭിച്ചത് പ്രകാരം അബുദാഹിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ഒരു തോക്കും 40 പെല്ലറ്റുകളും പിടിച്ചെടുത്തു. വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷൻ SI PD ധനേഷ്, CPO KS ജിൽജിത്ത്, ഹോംഗാർഡ് രാധാകൃഷ്ണൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി എന്റെ നാട് എന്റെ വോട്ട്. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് അംഗം ടീന തോബിയും ഭർത്താവ് കോൺഗ്രസ് പുതുക്കാട് ബ്ലോക്ക് ജനറൽ സെക്രട്ടറിയും മുൻ ഗ്രാമപഞ്ചായത്ത് അംഗവും കൂടിയായ തോബി തോട്ടിയാനും CPM-ഉമായി ചേർന്ന് പ്രവർത്തിക്കും. കോൺഗ്രസ് നേതൃത്വത്തിന്റെ സ്വജന പക്ഷപാതവും വികസന വിരോധ നയങ്ങളുമാണ് പാർട്ടി വിടാൻ കാരണമെന്ന് ഇരുവരും അറിയിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KK രാമചന്ദ്രൻ MLA തോബി തോട്ടിയാനെയും ടീന തോബിയെയും മാലയിട്ട് സ്വീകരിച്ചു. CPM കൊടകര ഏരിയ സെക്രട്ടറി PK ശിവരാമൻ, ജില്ലാ കമ്മിറ്റി അംഗം TA രാമകൃഷ്ണൻ എന്നിവർ സന്നിഹിതരായി. പുതുക്കാട് പഞ്ചായത്ത് 10ാം വാർഡ് അംഗമായിരുന്നു ടീന. ഇത്തവണ പുതുക്കാട് പഞ്ചായത്ത് 12ാം വാർഡിൽ LDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് തോബി തോട്ടിയാൻ അറിയിച്ചു. അതേസമയം സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കോൺഗ്രസിൽ നിന്നും ഇരുവരെയും പുറത്താക്കിയതായി കോൺഗ്രസ് പുതുക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാരയിൽ അറിയിച്ചു.
CPI അളകപ്പ നഗർ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗം കെ പങ്കജവല്ലി CPI വിട്ട് BJPയിൽ ചേർന്നു. CPIയിൽ നിന്നും കടുത്ത അവഗണനയാണ് ഉണ്ടായതെന്നും ഏകപക്ഷീയമായാണ് തീരുമാനങ്ങൾ CPI എടുക്കുന്നുവെന്നും ഇതാണ് 50 വർഷമായുള്ള CPIയുമായുള്ള ബന്ധം അവസാനിപ്പിക്കാൻ കാരണമെന്ന് പങ്കജവല്ലി പറഞ്ഞു. അളകപ്പ നഗർ പഞ്ചായത്തിലെ 16-ാം വാർഡിലെ BJP സ്ഥാനാർത്ഥിയായി ഇത്തവണ മത്സരിക്കുമെന്ന് പങ്കജവല്ലി അറിയിച്ചു. BJP സംസ്ഥാന സമിതി അംഗം സുരേന്ദ്രൻ ഐനിക്കുന്നത്ത്, BJP എറണാകുളം മേഖലാ സെക്രട്ടറി A. നാഗേഷ്, BJP ആമ്പല്ലൂർ മണ്ഡലം പ്രസിഡന്റ് KB സന്ദീപ്, കർഷക മോർച്ച ജില്ലാ പ്രസിഡന്റ് AG നാഗേഷ്, ഷാജി ചെങ്ങാലൂർ എന്നിവർ ചേർന്ന് പങ്കജവല്ലിയെ സ്വീകരിച്ചു. കേരള മഹിളാ സംഘം ജില്ലാ കമ്മിറ്റി അംഗം, AIYF ജില്ലാ കമ്മിറ്റി അംഗം, അളകപ്പ ടെക്സ്റ്റൈൽസ് AITUC യൂണിയൻ എക്സിക്യൂട്ടീവ് അംഗം, ടെക്സ്റ്റൈൽസ് ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, 2014 ആമ്പല്ലൂർ സർവീസ് സഹകരണ ബാങ്കിലെ ഭരണസമിതി അംഗം, സഹകരണവേദി ജില്ലാ കമ്മിറ്റി അംഗം, കേരള മഹിളാ സംഘം അളകപ്പ ഈസ്റ്റ് മേഖലാ സെക്രട്ടറി തുടങ്ങി വിവിധ സ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചിരുന്നു. അതേസമയം സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി CPIയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സംഘടനാ ചുമതലകളിൽ നിന്നും പങ്കജവല്ലിയെ പുറത്താക്കിയതായി CPI അളകപ്പ നഗർ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി VK അനീഷ് അറിയിച്ചു. മറ്റത്തൂർ പഞ്ചായത്തിലെ LDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. LDF മറ്റത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോടാലിയിൽ നിന്ന് പ്രകടനവും നടത്തിയിരുന്നു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും പുതുക്കാട് MLAയുമായ KK രാമചന്ദ്രൻ, CPM ജില്ലാ കമ്മിറ്റി അംഗം TA രാമകൃഷ്ണൻ, CPI ഏരിയ സെക്രട്ടറി CU പ്രിയൻ, LDF മറ്റത്തൂർ പഞ്ചായത്ത് കൺവീനർ PK കൃഷ്ണൻകുട്ടി, CPM പാർട്ടി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ MR രഞ്ജിത്ത്, PC ഉമേഷ്, CPM വെള്ളിക്കുളങ്ങര ലോക്കൽ സെക്രട്ടറി PK രാജൻ, CPM മറ്റത്തൂർ ലോക്കൽ സെക്രട്ടറി PS പ്രശാന്ത് എന്നിവർ നേതൃത്വം നൽകി. LDF ധാരണ അനുസരിച്ച് CPM 17 സീറ്റിലും CPI 6 സീറ്റിലും കേരള കോൺഗ്രസ് മാണി വിഭാഗം 1 സീറ്റിലുമാണ് മത്സരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് കെട്ടിവെക്കാനുള്ള തുക കൈമാറി സുഹൃത്തുക്കൾ. കൊടകര ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ആമ്പല്ലൂർ ഡിവിഷനിൽ നിന്നും LDF സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന CK ബിന്ദുവിനാണ് കെട്ടിവെക്കാനുള്ള തുക CJM-HS 83 SSLC ബാച്ചിലെ കൂട്ടുകാർ കൈമാറിയത്. മുൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് അംഗവുമായിരുന്ന ബിന്ദു പൂക്കോട് SNUP സ്കൂളിലെ മുൻ പ്രധാനാധ്യാപികയാണ്. മറ്റു വാർത്തകളിലേക്ക്. അളകപ്പ നഗർ ഗ്രാമപഞ്ചായത്തിലെ 7, 8, 9 വാർഡുകളിൽ കാവല്ലൂർ, പച്ചളിപ്പുറം, വട്ടനാത്ര, പൂക്കോട്, പാലക്കുന്ന്, മേടംകുളങ്ങര പാടശേഖരങ്ങളിൽ വ്യാപകമായ കാട്ടുപന്നി ശല്യം. ദുരിതത്തിലായി കർഷകർ. ആളൊഴിഞ്ഞ് കാട് കയറിയ പ്രദേശങ്ങളിലാണ് പന്നികളുടെ താവളം. രാത്രികാലങ്ങളിൽ കൂട്ടത്തോടെ വന്ന് കൃഷി നശിപ്പിക്കുകയാണെന്ന് കർഷകർ പറയുന്നു. തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് തോക്കുകൾ മുഴുവൻ സറണ്ടർ ചെയ്തതിനാൽ കൃഷിനാശം കൂടുതൽ വർദ്ധിപ്പിക്കുമെന്നും കവിത കർഷക കൂട്ടായ്മ സെക്രട്ടറി BM ഉമ്മർ, പൂക്കോട് വട്ടനാത്ര പച്ചളിപ്പുറം പാടശേഖര കമ്മിറ്റി പ്രസിഡന്റ് ജേക്കബ് പൊഴലിപ്പറമ്പിൽ, കീനൂർ കാവലൂർ പാടശേഖര സമിതി സെക്രട്ടറി ഔസേബ് കൊമ്പൻ എന്നിവർ പറഞ്ഞു. ചാലക്കുടി വനം ഡിവിഷൻ ഓഫീസിലെ പാനലിംഗ് ചെയ്ത ഷൂട്ടർമാരായവരെ അളകപ്പ നഗർ പഞ്ചായത്ത് നിയോഗിച്ച ഷൂട്ടർമാരെ ജില്ലാ കളക്ടറുടെ ഉത്തരവിൽ നിന്ന് ഒഴിവാക്കണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു. വരന്തരപ്പിള്ളി വടക്കുമുറി വാഴക്കാല തോമസിന്റെ വീട്ടിലാണ് തെരുവുനായ ആക്രമണം. കോഴിക്കോട് തകർത്ത നായ്ക്കൂട്ടം 10ഓളം കോഴികളെ കൊന്നു. ചൊവ്വാഴ്ച പുലർച്ചെയാണ് സംഭവം. ശബ്ദം കേട്ടെത്തിയ വീട്ടുകാരാണ് തെരുവ് നായകളെ ഓടിച്ചുവിട്ടത്. മേഖലയിൽ തെരുവുനായ ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറയുന്നു. വരന്തരപ്പിള്ളി സെന്റർ മുതൽ കുന്നത്തുപാടം വരെയുള്ള റോഡിൽ 50ലേറെ തെരുവ് നായകളാണുള്ളത്. വിദ്യാർത്ഥികളെയും വഴിയാത്രക്കാരെയും ഇവ ആക്രമിക്കാൻ വരുന്നതും പതിവാണ്. പ്രദേശത്തെ തെരുവുനായ ശല്യത്തിന് പരിഹാരം കാണാൻ അധികൃതർ ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഡിജിറ്റൽ അറസ്റ്റ് എന്ന പേരിൽ നടക്കുന്ന വൻ സാമ്പത്തിക തട്ടിപ്പിൽ നിന്ന് പറപ്പൂക്കര സ്വദേശിയെ സംയോജിതമായ ഇടപെടലിലൂടെ സംരക്ഷിച്ച് ബാങ്ക് മാനേജർ. പറപ്പൂക്കര സ്വദേശിയുടെ 11 ലക്ഷത്തോളം രൂപയാണ് നഷ്ടപ്പെടാതെയിരുന്നത്. ഡിജിറ്റൽ അറസ്റ്റ് എന്ന പേരിൽ നടക്കുന്ന വൻ സാമ്പത്തിക തട്ടിപ്പിൽ നിന്ന് പറപ്പൂക്കര സ്വദേശിയെ സമയോചിതമായ ഇടപെടലിലൂടെ സംരക്ഷിച്ച് ബാങ്ക് മാനേജർ. പറപ്പൂക്കര സ്വദേശിയുടെ 11 ലക്ഷത്തോളം രൂപയാണ് നഷ്ടപ്പെടാതെ ഇരുന്നത്. പറപ്പൂക്കര CSB ബാങ്ക് മാനേജറായ ആൻമരിയ ജോസിന്റെ സംയോജിതമായ ഇടപെടൽ മൂലമാണ് മുത്രത്തിക്കര സ്വദേശിയായ 85 വയസ്സുകാരന് ഈ വലിയ തുക നഷ്ടപ്പെടാതെ രക്ഷപ്പെട്ടത്. തിങ്കളാഴ്ച രാവിലെ 11 മണിയോടെയാണ് തന്റെ അക്കൗണ്ടിലുള്ള 11 ലക്ഷത്തോളം രൂപ മറ്റൊരാളുടെ അക്കൗണ്ടിലേക്ക് ഉടൻ അയക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് വയോധികൻ ബാങ്കിലെത്തിയത്.
ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇപ്പോൾ പിൻവലിച്ചാൽ ഏകദേശം 35,000 നഷ്ടം വരുമെന്ന് ജീവനക്കാർ അറിയിച്ചെങ്കിലും അതൊന്നും കാര്യമാക്കാതെ പണം എത്രയും പെട്ടെന്ന് അയക്കണമെന്ന് അദ്ദേഹം നിർബന്ധം പിടിക്കുകയായിരുന്നു. പരാതിക്കാരന്റെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ മാനേജർ കൂടുതൽ വിവരങ്ങൾ തിരക്കിയപ്പോഴാണ് മണി ലോണ്ടറിംഗ് കേസിൽ നിന്ന് രക്ഷപ്പെടുന്നതിനാണ് പണം അയക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞത്. ഈ വിവരം ബാങ്ക് മാനേജറുമായി പങ്കുവച്ചാൽ അവർ സുപ്രീം കോടതിയെ അറിയിക്കുമെന്നും അപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് അറസ്റ്റ് ഉണ്ടാകുമെന്നും തട്ടിപ്പുകാർ ഇദ്ദേഹത്തെ വിശ്വസിപ്പിച്ചിരുന്നു. തുടർന്ന് മാനേജർ വിശദമായി സംസാരിച്ചപ്പോഴാണ് തട്ടിപ്പിന്റെ വിവരങ്ങൾ പുറത്തുവന്നത്. ഒരാഴ്ചയോളമായി 2 ഫോൺ നമ്പറുകളിൽ നിന്ന് മാറി മാറി വീഡിയോ കോളുകൾ വന്നിരുന്നതായും അറസ്റ്റിൽ നിന്ന് രക്ഷിക്കാനായി ബാങ്ക് അക്കൗണ്ടിലെ പണം വെരിഫൈ ചെയ്യാനായി അയച്ചു നൽകണമെന്ന് തട്ടിപ്പുകാർ ആവശ്യപ്പെട്ടതായും വയോധികൻ വെളിപ്പെടുത്തി. ബാങ്ക് മാനേജർ ഉടൻ തന്നെ തൃശൂർ റൂറൽ സൈബർ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയും പരാതിക്കാരനുമായി സ്റ്റേഷനിലെത്തുകയും ചെയ്തു. തുടർന്ന് SHO PS സുജിത് പരാതിക്കാരന്റെ ഫോണിൽ നിന്ന് തട്ടിപ്പുകാരെ വീഡിയോ കോളിൽ വിളിച്ചെങ്കിലും അവർ വീഡിയോ ഓൺ ചെയ്യാതെ സംസാരിക്കുകയും ഓൺ ചെയ്യാൻ ആവശ്യപ്പെട്ടപ്പോൾ കോൾ കട്ട് ചെയ്യുകയുമായിരുന്നു. പിന്നീട് ഈ 2 നമ്പറുകളും വയോധികനെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്തു. ദിവസവും രാവിലെ 9 മണി, ഉച്ചയ്ക്ക് 2 മണി, രാത്രി 9 മണി എന്നീ സമയങ്ങളിൽ ഇംഗ്ലീഷിൽ സംസാരിച്ചാണ് തട്ടിപ്പുകാർ വയോധികനെ വിശ്വസിപ്പിച്ചത്. നാഷണൽ സൈബർ ക്രൈം പോർട്ടലിൽ പരാതി രജിസ്റ്റർ ചെയ്ത ശേഷമാണ് വയോധികനെ തിരിച്ചയച്ചത്. ബാങ്ക് മാനേജറുടെ ജാഗ്രതയാണ് വയോധികന് വലിയ സാമ്പത്തിക നഷ്ടം ഒഴിവാക്കിയത്. നമ്മുടെ ഇവിടെ ഒരു സീനിയർ സിറ്റിസൺ കസ്റ്റമർ വന്നിട്ട് സാറ്റർഡേ വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരിൽ കുറച്ച് FDs ഉണ്ടായിരുന്നു. സാറ്റർഡേ വന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഈ FD ബ്രേക്ക് ചെയ്ത ആളുടെ അക്കൗണ്ടിലേക്ക് ഇടണമെന്ന്. ഞാൻ ചോദിച്ചായിരുന്നു എന്തിനാ ഈ ബ്രേക്ക് ചെയ്യുന്നത്? ഇപ്പം നമ്മൾ പ്രീ ക്ലോഷർ ചെയ്യുമ്പോൾ നമുക്ക് അതിനൊരു ഫൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തിനാണ് ഫൈൻ? മീൻസ് നമുക്കൊരു ചെറിയൊരു എമൗണ്ട് നഷ്ടപ്പെടും. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അതിലൊരു നമുക്ക് പ്രീമേച്ചർ ക്ലോഷർ വരുമ്പോൾ നമുക്കൊരു എമൗണ്ട് കുറച്ച് കുറവുണ്ടായിരിക്കും എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹം ഓക്കെ, നോ ഇഷ്യൂസ്, നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് കിട്ടില്ല, അതിൽ കുറച്ച് എമൗണ്ട് കുറവുണ്ടാവും. അപ്പോൾ അത് പറഞ്ഞു ഓക്കെ, നോ ഇഷ്യൂസ്, എനിക്കിത് ഇപ്പം തന്നെ ബ്രേക്ക് ചെയ്തിടണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു, ബ്രേക്ക് ചെയ്ത് ഇട്ട് കൊടുത്തു അക്കൗണ്ടിൽ. അത് കഴിഞ്ഞ് മൺഡേ, ഇന്നലെ അദ്ദേഹം അഗെയിൻ മോർണിംഗ് ഒരു 11 o'clock ആയപ്പോൾ ഇത് ഇങ്ങോട്ടേക്ക് വന്നു. ഈ എമൗണ്ട് അയച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു, ഒരു അക്കൗണ്ടിലോട്ട് അയച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു എന്തിന് ഇത്ര എമൗണ്ട് അയച്ചു കൊടുക്കണേ? അപ്രോക്സിമേറ്റ്ലി 11,50,000 11.5 ലക്ഷം രൂപയുടെ അടുത്ത് അക്കൗണ്ടിൽ ഉണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ 11,20 സംതിങ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തിനത് അയക്കണ്ടേന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എനിക്ക് അത്യാവശ്യമാണ്, എനിക്ക് അയക്കണം എന്ന് പറഞ്ഞു. RTGSന്റെ ഫോം തരാൻ പറഞ്ഞു. നേരെ എൻ്റെ അടുത്തേക്ക് തന്നെയാണ് ആൾ വന്നതും. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, RTGSന്റെ ഫോം ഞാൻ എഴുതി തരാം എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ഒരു സ്റ്റാഫിനെ വിളിച്ചിട്ട് ഒന്ന് എഴുതി കൊടുക്കുമെന്ന് പറഞ്ഞു. ഞാൻ ഒരാളുടെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തിനാണ് അയക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ആൾ എന്തോ പക്ഷേ നമ്മുടെ അടുത്ത് അത് പറയുന്നില്ല. ലാസ്റ്റ് നമ്മുടെ സ്റ്റാഫ് ജോയിസ് എന്ന് പറഞ്ഞ സ്റ്റാഫ് എഴുതിയപ്പോൾ ഒരു 50 പൈസയും കൂടി ആളുടെ അക്കൗണ്ടിൽ, അതായത് ആ ഒരു എമൗണ്ട് ഫുൾ ഇതാവാനായിട്ട് ഒരു 50 പൈസയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു മാം ആളെ അക്കൗണ്ട് ക്ലോസ് ചെയ്യുകയാണോ, 50 പൈസയും കൂടി അയക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു അക്കൗണ്ട് ക്ലോസ് ചെയ്യുകയാണെന്ന് വെച്ചപ്പോൾ അല്ല, അക്കൗണ്ട് ക്ലോസ് ചെയ്യല്ല, പക്ഷേ എൻ്റെ അക്കൗണ്ടിൽ ഇനി 1 രൂപ ഉണ്ടാവാൻ പാടില്ല, പൈസ പോലും ഉണ്ടാവാൻ പാടില്ല, ഫുൾ അയക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അയക്കണ്ടെന്ന് പറഞ്ഞിട്ട് ആൾ കേട്ടില്ല. അപ്പം ഞാൻ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ സ്റ്റാഫിൻ്റെ അടുത്ത് അയക്കാൻ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഞാൻ സൈഡിൽ കൂടെ പറഞ്ഞു അയക്കാൻ വരട്ടെ കേട്ടോ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ അയച്ചു, ഇനി എൻ്റെ അടുത്ത് സത്യം പറയുമെന്ന് പറഞ്ഞു. എന്താണെന്ന് വെച്ച് പറഞ്ഞു എന്നെ CBI അറസ്റ്റ് ചെയ്തേക്കുമെന്ന്. CBI അറസ്റ്റ് ചെയ്യാൻ പാകത്തിന് നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, എന്താ ഉണ്ടായെന്ന് വെച്ച് പറഞ്ഞു. ഫോണിൽ കൂടെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്, വിർച്വൽ അറസ്റ്റ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, അവർ ഫോണൊന്ന് തരാൻ പറഞ്ഞു. ഫോൺ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഒരു 3 പേര് നമ്മുടെ പോലീസിന്റെ യൂണിഫോമിലൊക്കെയാണ് അവരുടെ DP ഇട്ടിരിക്കുന്നത്. 3 പേര് ഇവരായിട്ട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ആളുടെ അടുത്ത് ആ മൊബൈൽ വാങ്ങിയിട്ട് ഞാൻ ഒരു ഫേക്കായിട്ട് റെഫറൻസ് നമ്പർ ക്രിയേറ്റ് ചെയ്തിട്ട് അവർക്ക് ഇട്ട് കൊടുത്തു. ഈ ഒരു നമ്പർ ഇവിടുന്ന് ഫണ്ട് അയച്ചിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ അവിടെ നിന്ന് നമുക്ക് റിപ്ലൈ തന്നിട്ടുണ്ട്, ഇംഗ്ലീഷിലാണ്. എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇവിടുന്ന് ബ്രാഞ്ചിൽ നിന്ന് ഇറങ്ങിയിട്ട് വീട്ടിലെത്തിയിട്ട് ആരോടും സംസാരിക്കൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ വീട്ടിലെത്തിയിട്ട് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറഞ്ഞേക്കുക. അപ്പം ഞാൻ പറഞ്ഞു സർ ഇത് ഫേക്കാണ്. അപ്പോൾ പറഞ്ഞു എന്തുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞില്ല? അപ്പോൾ അവർ പറഞ്ഞു ബ്രാഞ്ച് മാനേജറും ഇതിലൊരു പങ്കാളിയാണ് ഈ കുറ്റം ചെയ്യാനായിട്ട്, അവരും കുറ്റം ചെയ്തിട്ടില്ല, അവരുടെ അടുത്ത് ഇതെങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സ്പോട്ടിൽ വന്ന് അറസ്റ്റ് ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞു സാർ എന്തായാലും കുറ്റമൊന്നും ചെയ്തിട്ടില്ല, പിന്നെ നമ്മളിങ്ങനെ ഭയക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അവർ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഡയറക്റ്റ് ഇതിൽ ഇൻവോൾവ്ഡ് അല്ല, അപ്പോൾ ഒരു ഡൗട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അതിലില്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഈ അക്കൗണ്ടിലുള്ള ഫുൾ ഫണ്ട് ഇവർ പറയുന്ന അക്കൗണ്ടിലേക്ക് മാറ്റണം. എന്നിട്ട് ഈ കേസ് നമ്മൾ നിരപരാധി എന്ന് തെളിയുമ്പോൾ ഈ പൈസ മൊത്തം നമുക്ക് തിരിച്ചു തരും. അതെ, ഒരു നോർത്ത് ഇന്ത്യൻ അക്കൗണ്ടാ തന്നെ, ഒരു മഹേഷ് മേത്ത അങ്ങനെ എന്തോ ഒരു പേര്, മഹേഷ് ബായിന്നോ അങ്ങനെ എന്തോ ഒരു പേരായിരുന്നു.
അത് എക്സാക്ട് ഒരു നോർത്ത് ഇന്ത്യൻ പേരായിരുന്നു. അപ്പോൾ ഈ പേര് കണ്ടപ്പോഴേ എനിക്ക് ഇദ്ദേഹം ആ ഒരു പേരിലോട്ട് പൈസ അയക്കേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് തന്നെ നമ്മുടെ ഡെയിലി ഇത്രയും കസ്റ്റമറിനെ കാണുന്നതാണ്. അപ്പോൾ ഓരോരുത്തരും അയക്കുന്ന ഒരു സ്റ്റൈൽ നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പം ഞാൻ പറഞ്ഞു അദ്ദേഹം അയക്കേണ്ട ഒരു ആവശ്യമില്ല അക്കൗണ്ടിലോട്ട്. അപ്പം തന്നെ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. ഈ അക്കൗണ്ട് നമ്പർ കണ്ടപ്പോഴും ഈ ഒരു 50 പൈസ വരെ അയക്കണമെന്ന് പറഞ്ഞപ്പോഴും നമുക്കൊരു ഡൗട്ടായി, ഇതെന്തോ ആളെന്തോ സ്കാമിൽ പെട്ടിട്ടുണ്ടെന്ന്. അപ്പം ഞാൻ കസ്റ്റമറുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ കസ്റ്റമർ പറഞ്ഞു ഇല്ല അങ്ങനെ കുഴപ്പമില്ല, അല്ലെങ്കിൽ എന്നെ അവർ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ആൾക്കും അതൊരു ഇതായി. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, നമുക്കിപ്പോൾ നേരെ ഒരു സ്ഥലം വരെ പോവാം. ഞാൻ അപ്പോൾ തന്നെ ഒരു പോലീസ് നമ്മുടെ ഇരിങ്ങാലക്കുട സ്റ്റേഷനിൽ സാറിനെ വിളിച്ചു. സാർ അപ്പോൾ തന്നെ സുജിത് സാറിനെ കണക്ട് ചെയ്ത് തന്നു. നമ്മുടെ ഇരിങ്ങാലക്കുട സൈബർ ക്രൈമിലുള്ള സാറിനെ കണക്ട് ചെയ്തു. സാർ പറഞ്ഞു അതിനെ ഒന്നും നോക്കണ്ട, ഇപ്പം തന്നെ കസ്റ്റമറെ കൊണ്ട് പെട്ടെന്ന് പോരെന്ന് പറഞ്ഞു. കാരണം കസ്റ്റമറുടെ ആധാർ കാർഡും ഡീറ്റെയിൽസും ഒക്കെ ഓൾറെഡി അവർക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞു. അവര് സംസാരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോ സൊസൈറ്റിയിലുള്ള എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, അവരല്ല ഇങ്ങോട്ട് പറയണേ, ആക്ച്വലി നമ്മൾ തന്നെയാണ് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. നമ്മൾ അതില് വീണിട്ട്, അതായത് അവരുടെ ആ ഒരു സംസാരത്തില് നമ്മൾ തന്നെ അറിയാണ്ട് ഡീറ്റെയിൽസ് അങ്ങ് പറഞ്ഞു കൊടുക്കുക. അപ്പോ ഞാനും ഇന്ന് ചെറുതായിട്ടൊന്നും ആ ടൈമില് പാനിക് ആവും. കാരണം ഇത്ര എമൗണ്ട് അക്കൗണ്ടിൽ കൊടുക്കുന്നത്, പെട്ടെന്ന് അങ്ങനെ ഒരു അക്കൗണ്ട് ഹാക്ക് ചെയ്താൽ നമ്മൾ അയച്ചില്ലെങ്കിൽ പോലും ഫണ്ട് അവർ പിടിക്കും. അപ്പൊ തന്നെ വേഗം ഞങ്ങള് സുജിത് സാറിനെ കാണാൻ പോയി. സാറ് നേരെ ആ കസ്റ്റമറുടെ ഫോൺ എടുത്തിട്ട് വീഡിയോ കോൾ ചെയ്തു. അവർ വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പൊ ഫോൺ ഓൺ ചെയ്യാൻ പറഞ്ഞു, ക്യാമറ ഓൺ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അവർ ക്യാമറ ഓൺ ചെയ്യുന്നില്ല. അപ്പൊ ക്യാമറ ഓൺ ആരാന്ന് ചോദിക്കുന്നുണ്ട്. അത് സംസാരിച്ചിട്ടുണ്ട്. അത് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ ഇവര് അവിടെ വെച്ചിട്ട് ഈ സുജിത് സാറ് സംസാരിച്ചപ്പോ ഇവരിങ്ങനെ ഉണ്ട്, പക്ഷെ ക്യാമറ ഓൺ ചെയ്യുന്നില്ല. അപ്പൊ സാർ ഇത്തിരി ചൂടായിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും അവർ വേഗം ബ്ലോക്ക് ചെയ്ത് അങ്ങ് പോയി. ബ്ലോക്ക് ചെയ്തു. 2 നമ്പറിൽ നിന്നാണ് വിളിച്ചിരുന്നത്. 2 നമ്പറും ബ്ലോക്ക് ചെയ്തു. പിന്നെ ഒരു നമ്പറും കൂടി ഉണ്ട്, അത് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായില്ല. എനിക്ക് തോന്നുന്നു ഈവനിങ് ആയപ്പോഴേക്കും അതും ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും മേ ബി. അതാണ് ഉണ്ടായത്. പിന്നെ അവർ നമുക്കൊരു അക്കൗണ്ട് നമ്പർ തന്നിട്ടുണ്ടായി ഫണ്ട് അയക്കാൻ. ആ മെസ്സേജ് അവർ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അതും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കസ്റ്റമറെ നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർ തന്നെ വളരെ വളരെ മാന്യമായിട്ട്, വളരെ എന്താ പറയാ, സൗഹാർദ്ദപരമായിട്ട് തന്നെ കസ്റ്റമർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഇനി ഇങ്ങനെ നമ്മൾ കംപ്ലൈന്റ് ആയിട്ട് കൊടുത്തു. കാരണം നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ഓൾറെഡി അവർ എടുത്തിട്ടുണ്ട്. നാളെ എങ്ങനെ എന്താന്ന് അറിയില്ല. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടിട്ടുണ്ട്. കാരണം നമ്മുടെ ആധാറും പാനും ഒക്കെ ലിങ്ക്ഡ് ആണ്, അക്കൗണ്ടും എല്ലാം ലിങ്ക്ഡ് ആണ്, മൊബൈൽ നമ്പർ ലിങ്ക്ഡ് ആണ്. അപ്പൊ നമ്മള് അതൊന്ന് മുൻകൂട്ടി കണ്ട് അത് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആക്ച്വലി ആ ഒരു ടൈമില് ഞാനിവിടെ നിന്ന് ഓതറൈസ് ചെയ്തിരുന്നെങ്കിൽ ആ ഫണ്ട് പോവുകയും ചെയ്യും, അവരപ്പം തന്നെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യും. പിന്നെ ആ ഫണ്ട് നമുക്ക് തിരിച്ചും കിട്ടത്തില്ല. അപ്പൊ ഇന്നത്തെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോ കസ്റ്റമറോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ആധാർ നമ്പറൊക്കെ ചോദിച്ചപ്പോൾ കസ്റ്റമർ അറിയാണ്ട് പറഞ്ഞു കൊടുക്കുക ചെയ്തേ. അപ്പോൾ നമുക്കൊരു കോള് വരുമ്പോൾ, അറിയാത്ത ഒരാളുടെ കയ്യിൽ നിന്ന് നമ്മൾ കോള് വരുമ്പോൾ ഒരിക്കലും നമ്മുടെ ഡീറ്റെയിൽസ്, പേഴ്സണൽ ഡീറ്റെയിൽസ്, ഇപ്പൊ നമ്മൾ എപ്പോഴും പറയും OTP പറഞ്ഞു കൊടുക്കരുത്. ഇപ്പൊ എൻ്റെ ബ്രാഞ്ചിൽ ലാസ്റ്റ് മന്ത് 3-4 കേസുകളാണ് ഇങ്ങനെ സ്കാം ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ OTP പറഞ്ഞു കൊടുക്കരുതെന്ന് പറയും. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ സ്മാർട്ട് ഫോണിൽ ഇത് എനേബിൾഡ് ആണ്. അതായത് നമ്മളിപ്പോ OTP വരേണ്ട ഒരു സന്ദർഭത്തിൽ നമ്മുടെ മൊബൈലിലോട്ട് ഓട്ടോമാറ്റിക് OTP വരുന്നു, ഓട്ടോമാറ്റിക് ഫെച്ചായി പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ അറിയാത്ത ആപ്പുകളും കാര്യങ്ങളും ഒക്കെ തുറക്കുമ്പോൾ ഓട്ടോമാറ്റിക് അത് ഫെച്ചായിട്ട് ആ എമൗണ്ട് പോവാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ സ്കാമുകളും നടക്കുന്നുണ്ട്. പക്ഷെ ഇത് കുറച്ച് വലിയൊരു സ്കാം ആയിപ്പോയി. ഇതൊരു 1.5 ആഴ്ചയോളം ഈ കസ്റ്റമർ 1.5 ആഴ്ചയോളം കസ്റ്റമർ അവര് ഒരു ദിവസം തന്നെ 3-4 വട്ടം മാറി വിളിച്ചിട്ടുണ്ട്. ഫുള്ളും വീഡിയോ കോളാണ്. എന്നിട്ട് ഈ കസ്റ്റമറുടെ അടുത്ത് നിന്ന് തന്നെയാണ് എവിടെയൊക്കെ അക്കൗണ്ട് ഉണ്ട്, അക്കൗണ്ടിലൊക്കെ എത്ര പൈസയുണ്ട്, ആധാർ നമ്പർ എല്ലാം ഇവർ തന്നെയാണ് ചോദിക്കുന്നത്. അവർക്ക് എക്സാക്ട് അറിയില്ല നമ്മുടെ കയ്യിൽ എന്തുണ്ടെന്നുള്ളത്. നമ്മൾ തന്നെ അറിയാണ്ട് പറഞ്ഞു പോവാന്ന്. അപ്പോൾ ഫസ്റ്റ്ലി നമുക്ക് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായ ഒന്നിങ്ങനെ നിങ്ങൾ നിയറസ്റ്റ് ബ്രാഞ്ച്, ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഫ്രണ്ട്ലി ആയിട്ടാണ് എല്ലാ ബാങ്ക് സ്റ്റാഫും ബിഹേവ് ചെയ്യുന്നതാണ് എൻ്റെ വിശ്വാസം. ഇവിടെയും എല്ലാവരും അത്യാവശ്യം ഫ്രണ്ട്ലി ആയിട്ടാണ്. അതുകൊണ്ടാണല്ലോ കസ്റ്റമർ വേഗം നമ്മുടെ അടുത്തേക്ക് തന്നെ ആദ്യം വരുന്നത് തന്നെ. അപ്പൊ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് വന്നാൽ ആദ്യം ബാങ്കിനെ അറിയിക്കുക. ഇനി ബാങ്കും ഇങ്ങനെ ഒരു ഇതിൽ നമുക്കറിയില്ല എന്ത് ഇഷ്യൂ എന്നുള്ളത്, നിങ്ങൾ നിയറസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക. അല്ലെങ്കിൽ അറിവുള്ളവരായിട്ട് എത്രയും പെട്ടെന്ന് അറിയിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ നമ്മുടെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാൻ പാടുള്ളൂ, നമ്മുടെ എമൗണ്ട് ഷെയർ ചെയ്യാൻ പാടുള്ളൂ. നമുക്ക് ഓരോ രൂപ വിലപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ എത്ര രൂപയാണെങ്കിൽ പോലും, ഇപ്പോൾ ഒരു രൂപ അയക്കാൻ പറഞ്ഞാൽ പോലും നമ്മളത്
നോക്കി കണ്ടേ ചെയ്യാവൂ. ചില ടൈമുകളിൽ നമ്മൾ 1 രൂപ അയക്കും, നമ്മുടെ അക്കൗണ്ട് അവരുടെ കയ്യിൽ കിട്ടുവാന്ന്, പിന്നെ ബാക്കി എമൗണ്ട് എടുക്കാൻ അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ചാലക്കുടി ജലസേചന പദ്ധതിക്ക് കീഴിലെ ഇറിഗേഷൻ കനാലുകളിലൂടെ വെള്ളം തുറന്നുവിടുന്നതിന് മുന്നോടിയായി കനാലുകൾ വൃത്തിയാക്കുന്ന പണികൾ ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി മറ്റത്തൂർ ഇറിഗേഷൻ ബ്രാഞ്ച് കനാലിൽ വളർന്നു നിന്ന പാഴ്ചെടികൾ മണ്ണുമാന്തി യന്ത്രത്തിന്റെ സഹായത്തോടെ നീക്കം ചെയ്തു. കഴിഞ്ഞ വർഷം മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് തൊഴിലുറപ്പ് തൊഴിലാളികളെ നിയോഗിച്ചാണ് കനാൽ വൃത്തിയാക്കിയത്. എന്നാൽ ഇക്കുറി ഇറിഗേഷൻ വകുപ്പിന്റെ മേൽനോട്ടത്തിൽ കരാറുകാരാണ് കനാൽ വൃത്തിയാക്കുന്ന പണി നടത്തിയത്. വരന്തരപ്പിള്ളി പള്ളിക്കുന്ന് പാലപ്പിള്ളി റോഡരികിൽ കാൽനട യാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും അപകട ഭീഷണി ഉയർത്തിയ കാടുകൾ നീക്കം ചെയ്തു. നിരവധി വിദ്യാർത്ഥികളടക്കം പ്രധാനമായും ഈ റോഡിനെയാണ് ആശ്രയിച്ചിരുന്നത്. യാത്രക്കാരുടെ ദുരിതം NCTVയും റിപ്പോർട്ട് ചെയ്തിരുന്നു. റോഡരികിലെ കാട് അപകട ഭീഷണിയാണെന്നും നടപടിയുണ്ടാകണമെന്നും ആവശ്യപ്പെട്ട് എറണാകുളം സെക്ഷൻ KRFB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് മനുഷ്യാവകാശ പ്രവർത്തകനായ സുരേഷ് ചെമ്മനാടനും പരാതി നൽകിയിരുന്നു. ചെന്നൈ സവീത യൂണിവേഴ്സിറ്റിയിൽ നിന്നും പീഡിയാട്രിക് നഴ്സിംഗിൽ PhD നേടി PC ഇന്ദു. കൊട്ടേക്കാട് പെരുമ്പിള്ളിശ്ശേരി വീട്ടിൽ ചന്ദ്രശേഖരന്റെയും മല്ലികയുടെയും മകളാണ്. ആമ്പല്ലൂർ തോട്ടുങ്ങൽ വീട്ടിൽ രാജേഷാണ് ഭർത്താവ്. സാധാരണക്കാരുടെ സാമ്പത്തിക ആവശ്യങ്ങളും സുരക്ഷിതമായ സമ്പുഷ്ട ഗ്രൂപ്പിന്റെ നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ സ്ഥാപനമായ KFLന്റെ പുതിയ ശാഖ നന്ദിപുലത്ത് ഡ്രീംസ് ബിൽഡിംഗിൽ ആരംഭിക്കുന്നു. ബ്രാഞ്ച് ഓഫീസിന്റെ ഉദ്ഘാടനം ബുധനാഴ്ച രാവിലെ 10-ന് സിനി ആർട്ടിസ്റ്റ് മഞ്ജു സുഭാഷ് നിർവഹിക്കും. ഫാസ്പാഡിയും കൊടകര കണ്ണാശുപത്രിയും നവംബർ 30-ന് സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് നടത്തും. കോടാലി ഗവൺമെന്റ് LP സ്കൂളിൽ രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയാണ് ക്യാമ്പ് നടത്തുക. ത്രില്ലേഴ്സ് 10 കുളങ്ങരയുടെ ക്ലബ്ബ് പുനരാരംഭവും സൗജന്യ മെഡിക്കൽ ക്യാമ്പും ഞായറാഴ്ച നടക്കും. ഒല്ലൂർ ഫൈഡസ് കണ്ണാശുപത്രിയുടെയും ആസ്റ്റർ ലാബ്സിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് ക്ലബ്ബ് അങ്കണത്തിൽ വെച്ച് രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 വരെ ക്യാമ്പ് നടക്കുന്നത്. KK രാമചന്ദ്രൻ MLA ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും. സ്വർണ്ണവില വീണ്ടും കുറഞ്ഞു. 1280 രൂപയാണ് ചൊവ്വാഴ്ച 1 പവൻ സ്വർണത്തിന്റെ വില കുറഞ്ഞത്. ഇതോടുകൂടി 1 പവന്റെ വില 90,680 രൂപയായി. ഗ്രാമിന് 160 രൂപ കുറഞ്ഞ് 11,335 രൂപയായി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി സ്വർണത്തിന്റെ വില കൂടിയും കുറഞ്ഞുമാണ്. ഈ മാസത്തിൽ സ്വർണ്ണവിലയിൽ വർധനവുണ്ടായത് ഇക്കഴിഞ്ഞ 13-നായിരുന്നു. 94,320 രൂപയായിരുന്നു അന്നത്തെ 1 പവൻ സ്വർണത്തിന്റെ വില. പിന്നീടങ്ങോട്ട് സ്വർണത്തിന്റെ വില കുറയുകയാണ് ചെയ്തത്. കാലാവസ്ഥ. കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. പൊതുമരാമത്ത് വകുപ്പ് കൊടകര റോഡ് സെക്ഷന് കീഴിലുള്ള ആമ്പല്ലൂർ പാലപ്പിള്ളി റോഡിൽ പാലപ്പിള്ളി മുതൽ മൈസൂർ ഗേറ്റ് വരെ ടാറിംഗ് പ്രവൃത്തി നടക്കുന്നതിനാൽ ബുധനാഴ്ച മുതൽ പൂർത്തീകരിക്കുന്നതുവരെ ഈ റോഡിൽ വാഹന ഗതാഗത പ്രവൃത്തി പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നതായി അധികൃതർ അറിയിച്ചു. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 11,335 രൂപയും പവന് 90,680 രൂപയും രേഖപ്പെടുത്തി. കല്ലൂർ ഭരത ചോതിരക്കോട്ട് ജോസ് അന്തരിച്ചു. 61 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 3-ന് ഭരത ഹോളി ട്രിനിറ്റി പള്ളിയിൽ. ചെങ്ങാലൂർ ചാലിപ്പറമ്പിൽ സത്യൻ അന്തരിച്ചു. 64 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പുതുക്കാട് കണ്ണമ്പത്തൂർ പാണാട്ടുപറമ്പിൽ വറീദ് ഭാര്യ ത്രേസ്യ അന്തരിച്ചു. 96 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 3-ന് പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ. ജോസ്, തങ്കമ്മ, ഡെയ്സി, മേരി, ബാബു, ഷീല, ജോഷി, പരേതരായ ജോണി, ആൻഡു, ജേക്കബ് എന്നിവർ മക്കളും. സീത, മേരി, ജനറ്റ്, ലീന, വർഗീസ്, കൊച്ചപ്പൻ, ലൂസി, ജോൺസൺ, ആൻഡു, മാല, പരേതയായ ബിന്ദു എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂരിൽ ബസ്സിടിച്ച് വരന്തരപ്പള്ളി സ്വദേശിയായ ബസ് ജീവനക്കാരൻ മരിച്ചു. വരന്തരപ്പള്ളിയിൽ അന്തർജില്ലാ വേട്ട സംഘം പിടിയിൽ. ലൈസൻസ് ഇല്ലാത്ത ഒരു തോക്കും 40 തിരകളും പിടിച്ചെടുത്തു.
തെരഞ്ഞെടുപ്പ് അടുത്തതോടെ കൂറുമാറ്റവും തുടരുന്നു. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് അംഗം ടീന തോബിയും മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം തോബി തോട്ടിയാനും CPM-ഉമായി കൈകോർക്കുന്നു. കെ പങ്കജവല്ലി CPI വിട്ട് BJP-യിൽ ചേർന്നു. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ പാടശേഖരങ്ങളിൽ വ്യാപകമായ കാട്ടുപന്നി ശല്യം. ദുരിതത്തിലായി കർഷകർ. ഡിജിറ്റൽ അറസ്റ്റ് സാമ്പത്തിക തട്ടിപ്പില്ലെന്ന് പറപ്പുകര സ്വദേശിയെ സമയോചിതമായ ഇടപെടലിലൂടെ സംരക്ഷിച്ച് ബാങ്ക് മാനേജർ. വരന്തരപ്പിള്ളിയിൽ തെരുവ് നായകളുടെ ആക്രമണത്തിൽ കോഴികൾ ചത്തു. വടക്കുമുറി വാഴക്കാല തോമസിന്റെ വീട്ടിലാണ് തെരുവ് നായ ആക്രമണം. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.